Good morning. Good morning. Okay, Sarah, Manita. Okay, Lekha. Okay, അപ്പോൾ നമ്മളൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം എടുത്ത ഭാഗങ്ങളൊക്കെ വായിച്ചൊക്കെ നോക്കിയോ എല്ലാവരും? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കമ്പോണൻസുകളാണ് അല്ലെ? കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ. കോമ്പൻസേഷനിൽ വരുന്ന പ്രധാനപ്പെട്ട കമ്പോണൻസുകൾ, കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ വരുന്ന പ്രധാനപ്പെട്ട കമ്പോണൻസുകൾ എന്തൊക്കെയാണ് അല്ലെ? പ്രധാനമായിട്ട് നമുക്ക് 4 കമ്പോണന്റുകളാണ് അതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ വേജ് ഓർ സാലറി, കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. രണ്ടാമത്തത് ഡിയർനെസ് ആൻഡ് അതർ അലവൻസസ്. മൂന്നാമത്തത് ഇൻസെന്റീവ്സ്. നാലാമത്തത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആൻഡ് പെർക്വിസൈറ്റ്സ്. ഓക്കെ, ഇത്രയും കമ്പോണന്റുകളാണ് അതിനടുത്ത് വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ കമ്പോണന്റ്, എനിക്ക് തോന്നുന്നു ഫ്രിഞ്ച് ബെനിഫിറ്റ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. ഓക്കെ, വായിച്ചൊക്കെ നോക്കിയോ? എല്ലാവർക്കും ക്ലിയർ ആയോ അത്രയും ഭാഗങ്ങള്? ഓക്കെ ആണോ? ഓക്കെ, സാറ് മാത്രമാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, മറ്റാരും വായിച്ചു നോക്കിയില്ലേ? ഓക്കെ, അപ്പോ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങള് നോക്കാം കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. നോക്കാം. നാലാമത്തെ പോയിന്റ് ആണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആൻഡ് പെർക്വിസൈറ്റ്സ് കേട്ടോ. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആൻഡ് പെർക്വിസൈറ്റ്സ്. ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ശമ്പളത്തിന് പുറമെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആണെങ്കിലും പെർക്വിസൈറ്റ്സ് ആയാലും നമ്മൾ നോർമൽ റെഗുലർ സാലറിക്ക് പുറമെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളാണ്. ഓക്കെ, ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ. ഇപ്പൊ കമ്പനി കാറ് കൊടുക്കാം, ഫ്രീ ആയിട്ടുള്ള മീൽസ് കൊടുക്കാം, അല്ലെങ്കിൽ PF സൗകര്യങ്ങൾ കൊടുക്കാം, ഹെൽത്ത് ഇൻഷുറൻസ്. ഇതൊക്കെ എന്താണ്? നമ്മൾ ശമ്പളത്തിന് പുറമെ കൊടുക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളാണ്. ഓക്കെ, അപ്പോ അതാണ് നമ്മൾ ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഇറ്റ് ഈസ് എ ജനറൽ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് any of a variety of non-wage or supplemental benefits that employees receive in addition to their regular wages. അതായത് ഒരു എംപ്ലോയിക്ക് ഒരു റെഗുലർ വേജസിന് പുറമെ, അത് സാധാരണ നമ്മൾ റെഗുലർ ആയിട്ട് കൊടുക്കുന്ന വേജസിന് പുറമെ കൊടുക്കുന്ന മറ്റുള്ള അനുബന്ധ ആനുകൂല്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ, അനുബന്ധമായിട്ട് നമ്മൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ നമ്മൾ പറയുന്ന ഒരു ടേമാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. റെഗുലർ വേജസിന് പുറമെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സപ്ലിമെന്റൽ ബെനിഫിറ്റ്സുകളെ സൂചിപ്പിക്കുന്ന ഒരു ടേമാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഓക്കെ, എന്തൊക്കെയാണ് ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? നോക്കിയേ. ദീസ് ഇൻക്ലൂഡ് സച്ച് എംപ്ലോയി ബെനിഫിറ്റ്സ് ആസ് പ്രൊവിഡന്റ് ഫണ്ട്, നോട്ട് ചെയ്ത് വെക്കാം. ഒന്ന് PF, അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി, പിന്നെ മെഡിക്കൽ കെയർ അല്ലെ, മെഡിക്കൽ പരിചരണങ്ങള്, പിന്നെ എന്താണ് ഹോസ്പിറ്റലൈസേഷൻ അല്ലെ, ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ അതിനുള്ള എക്സ്പെൻസസ്, പിന്നെ ആക്സിഡന്റ് റിലീഫ്, പെയ്ഡ് ഹോളിഡേയ്സ്, ശമ്പളത്തോടു കൂടി അവധികൾ കൊടുക്കുക, അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ഗ്രൂപ്പ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുക, പെൻഷൻ. ഇതൊക്കെ എന്താണ്? റെഗുലർ വേജസിന് പുറമെ നമ്മൾ കൊടുക്കുന്ന അത്യാവശ്യം ഉയർന്ന ആനുകൂല്യങ്ങളാണ് അല്ലെ. ഇതൊക്കെ എന്തിനകത്ത് ഉൾപ്പെടുന്നതാണ്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സിനകത്ത് ഉൾപ്പെടുന്നതാണ് കേട്ടോ. അപ്പൊ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് ഇതൊക്കെയാണ്: PF, ഗ്രാറ്റുവിറ്റി, മെഡിക്കൽ കെയർ, ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്, ആക്സിഡന്റ് റിലീഫ്, പെയ്ഡ് ഹോളിഡേയ്സ്, ഹെൽത്ത് ഇൻഷുറൻസ്, പെൻഷൻ. ഇതൊക്കെ അതിനകത്ത് പെടുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തതാണ് എന്ത്? പെർക്വിസൈറ്റ്സ് അഥവാ പെർക്സ് എന്ന് പറയും കേട്ടോ. പെർക്വിസൈറ്റ്സ്, പെർക്വിസൈറ്റ്സിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പെർക്സ് എന്നാണ് പറയുന്നത്. എന്താണ് പെർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ആനുകൂല്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. Perquisites also called perks
are the special benefits made available only to the top executives of an organization. Underline ചെയ്ത് വെക്കുക കേട്ടോ. ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ, അതായത് ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും ടോപ്പ് എക്സിക്യൂട്ടീവ്സുകൾക്ക്, ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ്സുകൾക്ക് മാത്രം ലഭ്യമാക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സുകളെയാണ് നമ്മൾ പെർക്വിസൈറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? പെർക്വിസൈറ്റ്സ് ആർ ആൾസോ കോൾഡ് പെർക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. These are the special benefits made available only to the top executives of an organization. അത് എടുത്ത് ചോദിക്കാട്ടോ, ഒരു ഓർഗനൈസേഷന്റെ ടോപ്പ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സുകൾക്ക് മാത്രം ലഭ്യമാക്കുന്ന സ്പെഷ്യൽ ബെനിഫിറ്റ്സുകളെയാണ് നമ്മൾ പെർക്വിസൈറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? ദീസ് മേ ഇൻക്ലൂഡ്, എന്തൊക്കെയാണ്? കമ്പനി കാറ് കൊടുക്കാം, ടോപ്പ് ആയിട്ടുള്ള ആളുകൾക്കാണ് കൊടുക്കുന്നത് അല്ലെ. കമ്പനി കാറ് കൊടുക്കാം. ഫർണിഷ്ഡ് ഹൗസ്, ഫർണിഷ് ചെയ്ത് വീട് താമസിക്കാനായിട്ട് കൊടുക്കാം. അതുപോലെ സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. എന്താണ് ഈ സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറഞ്ഞാല്? സ്റ്റോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയർ ആണ് കേട്ടോ. അതായത് ഈ ചില കമ്പനികൾ അവരുടെ എംപ്ലോയീസിന് ഒരു ഓപ്ഷൻ കൊടുക്കും. എന്താണെന്നറിയോ? ഒരു ഫിക്സഡ് പ്രൈസ് എന്ന് പറയുന്നത് സാധാരണ മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസ് ആയിരിക്കും കേട്ടോ. ഒരു ഫിക്സഡ് പ്രൈസിന് കമ്പനിയുടെ ഓഹരികള്, ആ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുന്നതിനായിട്ട് എംപ്ലോയീസിന് ഒരു ഓപ്ഷൻ കൊടുക്കാറുണ്ട്. അതായത് വലിയ വലിയ കമ്പനികളാവുമ്പോൾ ഇങ്ങനെയുള്ള ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ആ കമ്പനിയുടെ ഷെയർ വാങ്ങാനായിട്ട്, ആ കമ്പനിയുടെ ഷെയർ വാങ്ങുന്നതിനായിട്ട്, അതായത് ഒരു ഫിക്സഡ് പ്രൈസിന്, സാധാരണ മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ ഒരു ഫിക്സഡ് പ്രൈസിന് കമ്പനിയുടെ ഷെയർ വാങ്ങാനായിട്ട് എംപ്ലോയീസിന് ഒരു ഓപ്ഷൻ കൊടുക്കാറുണ്ട്. അപ്പൊ എംപ്ലോയീസിന് വളരെ കുറഞ്ഞ നിരക്കിൽ ആ ഷെയറുകൾ വാങ്ങാം. കമ്പനിയുടെ ഷെയർ വാങ്ങാം. മാത്രമല്ല അവർക്ക് ആ കമ്പനിയുടെ പാർട്ട്ണർഷിപ്പില്, അതിന്റെ ഒരു ഓണർഷിപ്പിൽ അവർക്ക് പങ്കാളികളാവാനായിട്ട് സാധിക്കും. പിന്നെ ഇതുപോലെ ഷെയർ മാർക്കറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ഈ ഷെയർ കൊടുക്കുക, വാങ്ങുക, അപ്പൊ അതിലൂടെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിക്കും കേട്ടോ. അതൊരു അഡീഷണൽ ബെനിഫിറ്റ്സ് അല്ലേ സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. അതിലൂടെ ആ ഒരു കമ്പനിയുടെ ഓണർഷിപ്പിൽ പങ്കാളികളാവാനും അവർക്ക് സാധിക്കും. ആ കമ്പനിയുടെ ഷെയർ നമ്മൾ വാങ്ങുമ്പോൾ ആ കമ്പനിയുടെ ഓണർഷിപ്പിൽ നമ്മളും എന്താണ്? പങ്കാളികളാവുകയാണ് അല്ലെ. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കാറുണ്ട്. പിന്നെ ക്ലബ് മെമ്പർഷിപ്പ്, ക്ലബുകളിൽ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ജിം മെമ്പർഷിപ്പ് ഒക്കെ കൊടുക്കുക. ഇതൊക്കെ ഉയർന്ന എക്സിക്യൂട്ടീവ്സിന് കൊടുക്കുന്ന ആനുകൂല്യമാണ്. അതുപോലെ പെയ്ഡ് ഹോളിഡേയ്സ് കേട്ടോ, ശമ്പളത്തോട് കൂടിയിട്ടുള്ള അവധികൾ കൊടുക്കുക. ഇതൊക്കെ എന്താണ്? പെർക്വിസൈറ്റ്സിനകത്ത് വരുന്നതാണ്. അപ്പൊ പെർക്വിസൈറ്റ്സ് ആൻഡ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞ ഒരേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ പ്രത്യേകം എടുത്ത് ഓർക്കുക, പെർക്വിസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും ടോപ്പ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ ബെനിഫിറ്റ്സുകൾ നമ്മൾ പറയുന്ന ഒരു പേരാണ് പെർക്വിസൈറ്റ്സ് അഥവാ പെർക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ നമ്മൾ ഇത്രയും വരെ നമ്മൾ പഠിച്ചത് കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആണ് കേട്ടോ. 4 കമ്പോണന്റുകളാണ്. ഏതൊക്കെയായിരുന്നു? വേജ് ഓർ സാലറി. വേജ് തന്നെ 3 ടൈപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ സാലറി, ഹോം സാലറി, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ DNS അലവൻസ്, DA എന്താണ്, പിന്നെ മറ്റു പല അലവൻസുകളെ പറ്റി പറഞ്ഞു. ഇനി ഇൻസെന്റീവ്സ്, ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആൻഡ് പെർക്വിസൈറ്റ്സ്. ഓക്കെ, ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കണോ കേട്ടോ, സംശയം ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം കേട്ടോ. അടുത്ത ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കോമ്പൻസേഷൻ. കോമ്പൻസേഷനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ്? കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു കേട്ടോ, നഷ്ടപരിഹാരം എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ എടുക്കരുത്. അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ബെനിഫിറ്റ്സുകള്, റിവാർഡുകള്, ഓക്കെ, അതൊക്കെയാണ് കോമ്പൻസേഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ കോമ്പൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ് നോക്കുക കേട്ടോ. അക്കോർഡിംഗ് ടു ദ ജെയിൽ, the number of factors influences the remuneration payable to employees. They can be categorized into external and internal factors. അപ്പോ നമ്മുടെ കോമ്പൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ്? അക്കോർഡിംഗ് ടു ജെയിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് എന്താണ്? നമ്മുടെ ഈ ഒരു എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന റെമ്യൂണറേഷൻ, അവർക്ക് കൊടുക്കുന്ന ആ ഒരു പ്രതിഫലം അല്ലെങ്കിൽ ശമ്പളമാവാം,
വേജ് ആയിരിക്കാം, അവർക്ക് കൊടുക്കുന്ന എല്ലാ സ്പെഷ്യൽ ബെനിഫിറ്റ്സുകൾ ഉൾപ്പെടെ അതിനെയെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതൊക്കെയാണ് രണ്ട് കാറ്റഗറി. ഒന്ന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, മറ്റൊന്ന് ഇന്റേണൽ ഫാക്ടേഴ്സ്. ഇതൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇന്റേണൽ ഫാക്ടേഴ്സും. ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് കേട്ടോ. എന്താണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ നമുക്കൊരു 7 എക്സ്റ്റേണൽ ഫാക്ടേഴ്സുകൾ പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. 7 എണ്ണം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഫോളോയിങ് ആർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് കോമ്പൻസേഷൻ. ഈ കോമ്പൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 7 എണ്ണമാണ് കേട്ടോ. 7 എക്സ്റ്റേണൽ ഫാക്ടേഴ്സുകളാണ് ഉള്ളത്. അതുപോലെ ഇന്റേണൽ ഫാക്ടേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത് 3 എണ്ണമാണ് കേട്ടോ. ഓക്കെ, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ആദ്യം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ലേബർ മാർക്കറ്റ്, തൊഴിൽ വിപണി. രണ്ടാമത്തത് കോസ്റ്റ് ഓഫ് ലിവിങ്, നമ്മുടെ ജീവിത ചെലവുകള്. അതുപോലെ തന്നെ ലേബർ യൂണിയൻസ്, ഈ തൊഴിലാളി യൂണിയനുകളൊക്കെ ഉണ്ടാവുമല്ലോ, ലേബർ യൂണിയനുകള്. അതുപോലെ യൂണിയൻ ഇൻഫ്ലുവൻസസ് ദ കോമ്പൻസേഷൻ ഡിസിഷൻസ്, ലേബർ ലോസ്, അതുപോലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള നിയമങ്ങള്. പിന്നെ നമ്മുടെ സൊസൈറ്റി, ഓക്കെ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ആ ഒരു സൊസൈറ്റി അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്കണോമി, നമ്മുടെ സമ്പദ് വ്യവസ്ഥ. ഇതെല്ലാം എന്താണ്? എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് അല്ലെ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അപ്പൊ ആ പോയിന്റുകൾ നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക കേട്ടോ. ഏതൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് കോമ്പൻസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഒന്ന് ലേബർ മാർക്കറ്റ്, ദെൻ കോസ്റ്റ് ഓഫ് ലിവിങ്, ലേബർ യൂണിയൻ, പിന്നെ ലേബർ ലോസ്, സൊസൈറ്റി, എക്കണോമി. യൂണിയൻ തന്നെയാണ് കേട്ടോ, യൂണിയൻ ഇൻഫ്ലുവൻസസ് ഓൺ കോമ്പൻസേഷൻ ഡിസിഷൻസ്. അപ്പൊ ഓരോന്ന് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ ലേബർ മാർക്കറ്റ് ആണ്, തൊഴിൽ വിപണി എന്ന് നമ്മൾ പറയാം. ഓക്കെ, ശ്രദ്ധിക്കാം. ഇവിടെ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, നോക്കി വെക്കാം. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലേബർ ഇൻഫ്ലുവൻസസ് ദ ഫിക്സേഷൻ ഓഫ് വേജ് ആൻഡ് സാലറി. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. രണ്ട് കാര്യങ്ങൾ അവിടെ എടുത്തു പറയുന്നുണ്ട്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലേബർ ഇൻഫ്ലുവൻസസ് ദ ഫിക്സേഷൻ ഓഫ് വേജ് ആൻഡ് സാലറി. അതായത് നമ്മൾ ഈ പറയുന്ന എംപ്ലോയീസിന്റെ വേജും സാലറിയും ഫിക്സ് ചെയ്യുന്നതില്, തീരുമാനിക്കുന്നതില് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഫാക്ടറുകളാണ്. ഒന്ന് ലേബർ ഡിമാൻഡും മറ്റൊന്ന് ലേബർ സപ്ലൈയും. എന്തൊക്കെയാണ്? ലേബർ ഡിമാൻഡും ലേബർ സപ്ലൈയും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഫിക്സേഷൻ ഓഫ് വേജ് ആൻഡ് സാലറി. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സാലറി അല്ലെങ്കിൽ അവരുടെ വേജ് അത് ഫിക്സ് ചെയ്യുന്നതില്, ഡിസൈഡ് ചെയ്യുന്നതിന് ഈ പറയുന്ന ലേബർ ഡിമാൻഡും ലേബർ സപ്ലൈയും പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് ലേബർ ഡിമാൻഡ്, എന്താണ് ലേബർ സപ്ലൈ. ആ കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കി വെക്കണം. അത് ക്ലിയർ ചെയ്താലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, എന്താണ് ലേബർ ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലേബർ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് ഹൗ മെനി വർക്കേഴ്സ് ദ കമ്പനീസ് വാണ്ട് ടു ഹയർ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഹൗ മെനി വർക്കേഴ്സ് ദ കമ്പനി വാണ്ട് ടു ഹയർ. ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള എത്രത്തോളം എംപ്ലോയീസിന് അവർക്ക് ആവശ്യമായിട്ടുണ്ട്, ആ ഒരു എണ്ണമാണ് ലേബർ ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പനി എത്രത്തോളം എംപ്ലോയീസിനെ ഹയർ ചെയ്യാനായിട്ട്, റിക്രൂട്ട് ചെയ്യാനായിട്ട് അവർ ഡിമാൻഡ് ചെയ്യുന്നു, അവരുടെ ഡിമാൻഡ്, കമ്പനിക്ക് എത്രത്തോളം വർക്കേഴ്സിന് ആവശ്യമുണ്ട് എന്നതാണ് എന്ത്? ലേബർ ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? എന്താണ് ലേബർ സപ്ലൈ എന്ന് പറഞ്ഞാല്? ലേബർ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു ജോലി ചെയ്യുന്നതിനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വർക്കേഴ്സ്, അതാണ് എന്ത്? ലേബർ സപ്ലൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പൊ ലേബർ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് അവർക്ക് എത്രത്തോളം വർക്കേഴ്സിന് ആവശ്യമുണ്ട് അതിന്റെ എണ്ണമാണ് ലേബർ ഡിമാൻഡ് എന്നതുകൊണ്ട് ആ കമ്പനി എത്രത്തോളം ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ഓക്കെ, അവർക്ക് എത്രത്തോളം എംപ്ലോയീസിന് ആവശ്യമുണ്ട്, അതാണ് ലേബർ ഡിമാൻഡ്. ലേബർ സപ്ലൈ എന്ന് പറഞ്ഞാൽ ആ ഒരു ജോലി ചെയ്യുന്നതിന് അവൈലബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ്, എത്രത്തോളം ആളുകള് ജോലിക്ക് അവൈലബിൾ ആണ്, അതാണ് എന്ത്? ലേബർ സപ്ലൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും വേജും സാലറിയും ഫിക്സ് ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത സെന്റൻസ് നോക്കിയേ. എ ലോവർ വേജ് വാസ് ഫിക്സഡ് when the labor demands were less than labor supply. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതായത് ലേബർ ഡിമാൻഡ് എന്ന് പറയുന്നത് ലേബർ സപ്ലൈനേക്കാളും കുറവാണെങ്കിൽ, അപ്പൊ ഈ കൺസെപ്റ്റ് മനസ്സിലായാലും നിങ്ങൾക്ക് ക്ലിക്ക് ആവുള്ളൂ.
ലേബർ ഡിമാൻഡ് എന്ന് പറയുന്നത് ലേബർ സപ്ലൈനേക്കാളും കുറവാണെങ്കിൽ, അതായത് കമ്പനിക്ക് എന്താണ് ഡിമാൻഡ് അവിടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ആളുകള് കമ്പനിക്ക് അധികം ആളുകളുടെ ആവശ്യമില്ല, ഡിമാൻഡ് അവിടെ കുറവാണ്, കമ്പനിക്ക് അധികം എന്ത് വേണ്ട വർക്കേഴ്സിന് അവർക്ക് ആവശ്യമില്ല. ഓക്കെ, അതാണ് ലേബർ ഡിമാൻഡ് അവിടെ കുറവാണ്. പക്ഷെ എന്താണ് ജോലി ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ആളുകളെ നമുക്ക് ലഭ്യമാണ്, ജോലി ചെയ്യാൻ അവിടെ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ട് താനും, പക്ഷെ കമ്പനിക്ക് എന്ത് വേണ്ട അധികം വർക്കേഴ്സിന് അവർക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ ലേബർ ഡിമാൻഡ് അവിടെ കുറവാണ്, പക്ഷെ ലേബർ സപ്ലൈ കൂടുതലാണ്. അങ്ങനെ വരുമ്പോ എന്തായിരിക്കും ലോവർ വേജ് ആയിരിക്കും നമ്മൾ അവിടെ ഫിക്സ് ചെയ്യാൻ. കാര്യം എന്താ കമ്പനിക്ക് അത്ര ആളുകൾ ആവശ്യമില്ല അവർക്ക്, പക്ഷെ ഇഷ്ടംപോലെ ആളുകൾ അവിടെ ഉണ്ട്, പക്ഷെ കമ്പനിക്ക് വേണ്ട, കമ്പനിക്ക് അത്രയും വർക്കേഴ്സിന് ആവശ്യമില്ല, ഡിമാൻഡ് അവിടെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ എന്തേ കൊടുക്കുള്ളൂ, ലോവർ വേജല്ലേ കൊടുക്കുള്ളൂ, കമ്പനിക്ക് അത്ര ആൾക്കാർ ആവശ്യമില്ല, ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ തയ്യാറായിട്ട് നിൽക്കുന്നു, പക്ഷെ അത്രയ്ക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ കമ്പനി വലിയൊരു വേജ് കൊടുക്കുമോ, ഇല്ല, ലോവർ വേജ് ആയിരിക്കും അവിടെ ഫിക്സ് ചെയ്യാം കേട്ടോ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്തത് പറയുന്നത്, എ ഹയർ വേജ് വിൽ ഹാവ് ടു ബി പെയ്ഡ് വെൻ ദ ലേബർ ഡിമാൻഡ് മോർ ദാൻ ലേബർ സപ്ലൈ. അതേസമയം ലേബർ ഡിമാൻഡ് കൂടുതലാണ്, കമ്പനിക്ക് ഒരുപാട് ആളുകൾ ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം, പക്ഷെ ലേബർ സപ്ലൈ കുറവാണ്, ആ ഒരു പെർട്ടിക്കുലർ ജോലി ചെയ്യാനായിട്ടുള്ള ആൾക്കാരെ നമുക്ക് കിട്ടാനില്ല, പക്ഷെ കമ്പനിക്ക് ആളുകളുടെ ആവശ്യമുണ്ട്, ഡിമാൻഡ് കൂടുതലാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോ എന്താണ് ഹയർ വേജ് ആയിരിക്കും അവിടെ ഫിക്സ് ചെയ്യുക, കാരണം കമ്പനിക്ക് ഡിമാൻഡ് കൂടുതലാണ്, അവിടെ ആളുകളെ കിട്ടാനില്ല, അപ്പൊ അങ്ങനെ സമയത്ത് കമ്പനിക്ക് ആവശ്യമുണ്ട് ആളുകൾ, അങ്ങനെ വരുമ്പോൾ കൂടുതൽ വേതന ആയിരിക്കും അവർക്ക് കൊടുക്കുക, അല്ലെ, ഹയർ വേജ് ആയിരിക്കും അവർക്ക് പേ ചെയ്യുന്നുണ്ടാവുക. എപ്പോഴാണ് അങ്ങനെയുള്ള സാഹചര്യം വരാന്നറിയോ, സ്കിൽഡ് ലേബേഴ്സിനാണ്. അതായത് ചില ജോലികൾ ചെയ്യാനായിട്ട് നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ തന്നെ നമുക്ക് കിട്ടണം, അങ്ങനെയുള്ള ആളുകൾക്ക് ഡിമാൻഡ് വരുമ്പോഴാണ് നമ്മൾ എന്ത് കൊടുക്കുക, ഹയർ വേജ് അവർക്ക് പേ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഹാപ്പൻ ആസ് ഇൻ ദ കേസ് ഓഫ് എ സ്കിൽഡ് ലേബർ. കണ്ടോ, സ്കിൽഡ് ലേബർ അതായത് ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ആവശ്യമായിട്ട് വരുമ്പോഴാണ് ആ ഡിമാൻഡ് അവിടെ വർദ്ധിക്കുന്നത്. ചില ജോലികൾ ചെയ്യാൻ അതിൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ തന്നെ നമുക്ക് കിട്ടണം, അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സ്കിൽഡ് ലേബറിന്റെ കേസിലാണ് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഇനത്തിൽ ഫോക്കസ് ചെയ്യാം, രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കണം. ലേബർ ഡിമാൻഡ് കുറവാണെങ്കിൽ ലോവർ വേജ് ആയിരിക്കും, ലേബർ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ ഹയർ വേജ് ആയിരിക്കും. ഏതെങ്കിലും ഒന്നിന് ഫോക്കസ് ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ലേബർ ഡിമാൻഡ് കുറവാണെങ്കിൽ, എന്തിനേക്കാളും കുറവാണെന്ന് നമുക്കറിയാം, ലേബർ സപ്ലൈനേക്കാളും കുറവാണെങ്കിൽ, ഡിമാൻഡ് കുറവാണെങ്കിൽ ലോവർ വേജ് ആയിരിക്കും കൊടുക്കുക, ഡിമാൻഡ് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും ഹയർ വേജ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്, എ പാരഡോക്സിക്കൽ സിറ്റുവേഷൻ ഈസ് പ്രിവെയിലിംഗ് ഇൻ അവർ കൺട്രി, the country's excessive unemployment is being juxtaposed with a shortage of skilled labor. അത് ശരിക്കും പറഞ്ഞ നമ്മുടെ രാജ്യത്തിന്റെ ഒരു കാര്യമാണ് പറയുന്നത്, വളരെ വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാല് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇഷ്ടം പോലെ എന്തുണ്ട്, അൺഎംപ്ലോയ്മെന്റ് ഉണ്ട് അല്ലെ, തൊഴിലില്ലായ്മ ഭയങ്കര കൂടുതലാണ് അല്ലെ. തൊഴിലില്ലായ്മ കൂടുതലാണെന്ന് കരുതുന്നത് നമുക്കറിയാം, ഇഷ്ടം പോലെ ആളുകള് ക്വാളിഫൈഡ് ആയിട്ട് ജോലി കിട്ടാതെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും തൊഴിലില്ലായ്മ കൂടുതലാണ്, ഇഷ്ടംപോലെ ആളുകൾക്ക് ഇവിടെ ഉണ്ട്, പക്ഷെ എന്താണ് അവർക്കൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തൊഴിൽ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അതെന്തുകൊണ്ട് തൊഴിൽ കൊടുക്കാൻ പറ്റാത്തത്, വിത്ത് എ ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് ലേബർ, സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടാനില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു വിരോധാഭാസം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. നോക്കുമ്പോൾ എന്താണ്, അൺഎംപ്ലോയ്മെന്റ് രൂക്ഷമാണ്, തൊഴിലില്ലായ്മ കൂടുതലാണ്, ഇഷ്ടം പോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട് അല്ലെ, തൊഴിലില്ലാതെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്രയും ആളുകളുടെ സ്ഥിതിക്ക് ഒരു തൊഴില് എന്താണ് ഇപ്പൊ ജീവനക്കാരെ ലഭിക്കാനൊക്കെ എന്താ ബുദ്ധിമുട്ടെന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല, സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓരോ ജോലിയും ചെയ്യാൻ നമുക്ക് അതിൽ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ കിട്ടാന്ന് പറഞ്ഞാൽ അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയേറെ അൺഎംപ്ലോയ്മെന്റ് അവിടെ നിലനിൽക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഡ്രോബാക്ക് കൂടിയാണ്. കാര്യം എന്താണെന്നറിയോ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് തിയററ്റിക്കൽ നോളജിനാണ് ഓവർ പ്രാക്ടിക്കൽ സ്കിൽസ്. അതായത് പ്രാക്ടിക്കൽ സ്കില്ലിനേക്കാളും അവർ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്, നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെയാണ്, തിയററ്റിക്കൽ നോളജിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാര്യം നമ്മൾ തിയറി പഠിച്ചെടുക്കും, പരീക്ഷ പാസ്സാവും, പക്ഷെ നമ്മളുടെ നോളജ്, നമ്മുടെ സ്കിൽ എപ്പോഴാണ് വേണ്ടത്, നമ്മൾ ഒരു ജോലിയിലേക്ക് ഇറങ്ങി ചെന്ന് പ്രാക്ടിക്കൽ സ്കില്ലുകളാണ് നമുക്ക് വേണ്ടത്. ആ പ്രാക്ടിക്കൽ സ്കില്ലിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, തിയററ്റിക്കൽ നോളജിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് നമ്മുടേത്. ഇപ്പൊ കുറെയൊക്കെ മാറി വരുന്നുണ്ട്. എന്താണ്, നമ്മൾ വൊക്കേഷണൽ എഡ്യൂക്കേഷൻസിനൊക്കെ കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. കാരണം സ്കില്ലാണ് നമുക്ക് വേണ്ടത് അല്ലെ. തിയററ്റിക്കൽ നോളജ് വേണം, അതിനേക്കാളും കൂടുതൽ നമുക്ക് വേണ്ടത് സ്കില്ലാണ്. അങ്ങനെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ
കിട്ടാനില്ല? നോക്കുമ്പോൾ ഒത്തിരി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ തൊഴിലില്ലാതെ ഇരിക്കുന്നുണ്ട്. പക്ഷെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിന് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. മനസ്സിലായല്ലോ? അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ലേബർ മാർക്കറ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് അല്ലെ. ഇത് ലേബർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലേബർ ഡിമാൻഡും ലേബർ സപ്ലൈ. ഇത് രണ്ടും ഒരു വേജും സാലറി ഫിക്സ് ചെയ്യുന്നതിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ലേബർ ഡിമാൻഡ് കുറവാണെങ്കിൽ അവിടെ ലോവർ വേജ് ആയിരിക്കും കൊടുക്കുന്നത്. ലേബർ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ അവിടെ ഹയർ വേജ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഒരു ലേബർ മാർക്കറ്റ് എങ്ങനെയാണ് ഒരു വേജും സാലറി ഫിക്സ് ചെയ്യുന്നതിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? നെക്സ്റ്റ് വരുന്നതാണ് കോസ്റ്റ് ഓഫ് ലിവിങ് കേട്ടോ, ജീവിത ചെലവ്. നമ്മള് കഴിഞ്ഞ ദിവസം ഡിയർനെസ് അലവൻസിനെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞു പോയൊരു കാര്യമാണ് കോസ്റ്റ് ഓഫ് ലിവിങ് അല്ലെ. നോക്കുക, നെക്സ്റ്റ് ഇൻ ഇമ്പോർട്ടൻസ് ടു ദ ലേബർ മാർക്കറ്റ് ഇസ് ദ കോസ്റ്റ് ഓഫ് ലിവിങ്. നമ്മുടെ ജീവിത ചെലവ് എന്ന് പറയുന്നത് അത് നമ്മുടെ വേജും അതുപോലെ സാലറി ഫിക്സ് ചെയ്യുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത്, നമ്മുടെ ജീവിത ചെലവ്. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. ദിസ് മാറ്റേഴ്സ് ഈസ് ക്രൈറ്റീരിയൻ ഡ്യൂറിംഗ് പീരീഡ്സ് ഓഫ് റൈസിംഗ് പ്രൈസസ് ബട്ട് ഇറ്റ് ഈസ് ഫോർഗോട്ടൻ വെൻ പ്രൈസസ് ആർ സ്റ്റേബിൾ ഓർ ഫാളിംഗ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ഒരു കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇത്രയേറെ ഇമ്പോർട്ടൻസ് വരാൻ കാരണം ഇപ്പോഴും ഏത് സിറ്റുവേഷനിലാണെന്ന് അറിയോ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്? ഡ്യൂറിംഗ് ദ പീരീഡ്സ് ഓഫ് റൈസിംഗ് പ്രൈസസ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പ സമയത്താണ് അതിന് കൂടുതൽ എന്താണ് ഇമ്പോർട്ടൻസ് വരുന്നത്. കാര്യം നമ്മൾ പറഞ്ഞു, പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലേഷൻ അല്ലെ. അതായത് പണത്തിന്റെ മൂല്യം അവിടെ കുറയാണ്, പക്ഷെ എന്താണ് കോസ്റ്റ് ഓഫ് ലിവിങ് അവിടെ കൂടുതലാണ്, സാധനങ്ങൾക്ക് കോസ്റ്റ് കൂടുതലാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു അല്ലെ. കഴിഞ്ഞ വർഷം ഇപ്പൊ നമുക്ക് ഒരു 100 രൂപയ്ക്ക് 10 ചോക്ലേറ്റ് വാങ്ങാൻ പറ്റിയ സ്ഥാനത്ത് ഇവിടെ ഇന്ന് ഈ വർഷം 100 രൂപയ്ക്ക് ഒരു 8 ചോക്ലേറ്റ് മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നത്? അതായത് പണത്തിന്റെ മൂല്യം കുറഞ്ഞു അല്ലെ. അതായത് സെയിം എമൗണ്ട് ഓഫ് മണിക്ക് നമുക്ക് കിട്ടുന്നത് എന്താണ്? വളരെ ലെസ് എമൗണ്ട് ഓഫ് സ്റ്റഫ് മാത്രമേ കിട്ടുന്നുള്ളൂ. കഴിഞ്ഞ വർഷം 100 രൂപയ്ക്ക് നമ്മൾ എത്രത്തോളം സാധനങ്ങൾ വാങ്ങിച്ചോ, ഇൻഫ്ലേഷൻ വരുമ്പോ അതേ രൂപയ്ക്ക് നമുക്ക് അത്ര സാധനങ്ങൾ പഴയതത്ര നമുക്ക് ലഭിക്കാത്തൊരവസ്ഥയാണ് അല്ലെ. അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കുകയാണ്? പർച്ചേസിംഗ് പവർ അവിടെ റെഡ്യൂസ് ആവാണ്. ദാറ്റ് വിൽ എഫക്ട് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അത് നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു സ്റ്റാൻഡേർഡിനെ ബാധിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് പണപ്പെരുപ്പം വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുകയാണ്? പണത്തിന്റെ മൂല്യം കുറയാണ്, സാധനങ്ങൾക്ക് വില കൂടുതലാണ്. നമുക്ക് കിട്ടുന്ന സാലറിക്ക്, നമുക്ക് ലഭിക്കുന്ന ആ ഒരു വേജിന് നമുക്ക് പണ്ടത്തെ അത്ര സാധനങ്ങൾ, മുന്നേ നമ്മൾ വാങ്ങിച്ച അത്ര സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയാവും അല്ലെ. അങ്ങനെ വരുമ്പോ നമുക്ക് കിട്ടുന്ന ശമ്പളം തികയാത്തൊരു സാഹചര്യം വരും അല്ലെ. അപ്പൊ എന്തുണ്ടാവും? നമുക്ക് കിട്ടുന്ന ശമ്പളത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് അനുവദിക്കും? ഡിയർനെസ് അലവൻസ് അനുവദിക്കും അല്ലെ. ഡിയർനെസ് അലവൻസ് അനുവദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശമ്പളത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ലിവിങ് കോസ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്ന് റിക്കവർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അവിടെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും എന്ത് വരുന്നുണ്ട്? വേജും അതുപോലെ സാലറിയിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നോക്കുക, ദിസ് മാറ്റേഴ്സ് ഈസ് ക്രൈറ്റീരിയൻ ഡ്യൂറിംഗ് ദ പീരീഡ്സ് ഓഫ് റൈസിംഗ് പ്രൈസസ്. ദാറ്റ് മീൻസ് ഇൻഫ്ലേഷൻ സമയത്താണ് അതിനൊരു ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം ഇൻഫ്ലേഷൻ സമയത്താണ് പണത്തിന്റെ മൂല്യം കുറയുന്നതും ലിവിംഗ് കോസ്റ്റ് കൂടുന്നതും ആ ഒരു സമയത്താണ്. ബട്ട് ഇറ്റ് ഈസ് ഫോർഗോട്ടൻ വെൻ പ്രൈസസ് ആർ സ്റ്റേബിൾ ഓർ ഫാളിംഗ്. അതേസമയം പ്രൈസസ് ഒക്കെ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൈസസ് ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ, ഡീഫ്ലേഷൻ സംഭവിച്ചാൽ, ഡീഫ്ലേഷൻ എന്ന് പറയുമ്പോൾ പണം ചുരുക്കമാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ്, അവിടെ പണത്തിന്റെ മൂല്യം കൂടുകയാണ്, അപ്പൊ സാധനങ്ങളുടെ കോസ്റ്റ് കുറയും. അവിടെ അത് വിഷയമായിട്ട് വരുന്നില്ല. പക്ഷെ ഇൻഫ്ലേഷൻ സമയത്താണ് അതിന് പ്രാധാന്യം വരുന്നത്. അതേസമയം പ്രൈസസ് സ്റ്റേബിൾ ആണെങ്കിൽ, ഫോളിംഗ് ആണെങ്കിൽ, ഡീഫ്ലേഷൻ ആണെങ്കിൽ അത് അവിടെ അവിടെ അത് ഒരു വിഷയമായിട്ട് വരുന്നില്ല കേട്ടോ. ഇനി എന്താണ്? When the cost of living is risen and is required to be remunerated by the payment of dearness allowance, basic pay to continue uninterrupted. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ ലിവിംഗ് കോസ്റ്റ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഡിയർനെസ് അലവൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവിനെ നേരിടാനായിട്ട് നമ്മുടെ ശമ്പളത്തിന് പുറമെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു അധിക തുകയുണ്ടല്ലോ, അതാണ് എന്ത്? ഡിയർനെസ് അലവൻസ്. അപ്പൊ അത് നമ്മൾ അനുവദിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവരുടെ ബേസിക് പേ, അവരുടെ യഥാർത്ഥ സാലറീനെ അധികം ഇന്ററപ്റ്റ് ചെയ്യാത്ത രീതിയിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ആ ഒരു സാഹചര്യത്തിനെ നേരിട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ വേജിനും സാലറിയിലൊക്കെ ആ ഒരു സമയങ്ങളിൽ എന്ത് വരുന്നുണ്ട്? വ്യത്യാസങ്ങൾ വരുന്നുണ്ട്.
ക്ലിയർ ആയോ പറഞ്ഞത്? അങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്തിനെ അഫക്ട് ചെയ്യുന്നത്? ഈ പറയുന്ന ഫിക്സേഷൻ ഓഫ് വേജ് ആൻഡ് സാലറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? മനസ്സിലായല്ലോ? നെക്സ്റ്റ് വരുന്നതാണ് ലേബർ യൂണിയൻസ് കേട്ടോ. ലേബർ യൂണിയൻസ്. ഓക്കെ, the presence or absence of labor organization often determine the substantial wages paid to the employees. അതായത് ലേബർ യൂണിയനുകൾ, ഈ ലേബർ യൂണിയനുകളുടെ പ്രസൻസ് അല്ലെങ്കിൽ അതിന്റെ ആബ്സെൻസ് എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന വേജിനെയും സാലറിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് ലേബർ യൂണിയനുകൾ. ഓക്കെ, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് സെന്റൻസ് ഒന്ന് ശ്രദ്ധിക്കാം. എംപ്ലോയേഴ്സ് ഓഫ് non-unionized organization enjoy the liberty to fix the wages and salaries as they want. അതായത് ഈ നോൺ യൂണിയനൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ, നോൺ യൂണിയനൈസ്ഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? നോൺ യൂണിയനൈസ്ഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത്തരം ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടല്ലോ, അവർ ഒരു യൂണിയന്റെ ഭാഗമായിരിക്കില്ല, അവർ പ്രത്യേകിച്ച് ഒരു യൂണിയന്റെ ഭാഗമായിരിക്കില്ല. മനസ്സിലായല്ലോ? അതാണ് നോൺ യൂണിയനൈസ്ഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് അവിടെയുള്ള എംപ്ലോയീസ് എന്താണ്? യാതൊരുവിധ യൂണിയന്റെ ഭാഗമായിരിക്കില്ല. അങ്ങനെ വരുമ്പോ അവരുടെ ആ ഒരു ബാർഗെയിനിങ് പവർ എന്ന് പറയുന്നത് അവിടെ കുറവായിരിക്കും. നമ്മൾ എന്തിനാണ് ഈ ലേബർ യൂണിയനുകളൊക്കെ വെക്കുന്നത്? ലേബേഴ്സിന്റെ അവകാശങ്ങൾക്ക്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യാനും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ലേബർ യൂണിയനുകളൊക്കെ പ്രവർത്തിക്കുന്നത് ആണല്ലോ. അപ്പോ ഇവിടെ എന്തില്ല? നോൺ യൂണിയനൈസ്ഡ് ഓർഗനൈസേഷൻ ആണ്. അവിടുത്തെ എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അവർ പ്രത്യേകിച്ച് ഒരു യൂണിയന്റെ ഭാഗമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു യൂണിയനിൽ നമ്മൾ ഭാഗമാകുമ്പോൾ നമുക്ക് ഒരുപാട് ബാർഗെയിനിങ് പവർ കിട്ടും അല്ലെ. ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലേബർ യൂണിയന്റെ അംഗങ്ങളാണെങ്കിൽ നമുക്ക് നമ്മുടെ വേജിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പറ്റിയ സാലറിയെ പറ്റിയോ എന്തെങ്കിലും ബെനിഫിറ്റ്സിനെ പറ്റിയൊക്കെ നമുക്ക് എന്താണ് മാനേജ്മെന്റ് ആയിട്ടൊക്കെ സംസാരിക്കാനൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് ആയിരിക്കും, നമുക്കൊരു ബാർഗെയിനിങ് പവർ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു പവർ ഇവിടെ ആർക്ക് ഉണ്ടായിരിക്കില്ല? എംപ്ലോയീസിന് ഉണ്ടായിരിക്കില്ല. കാര്യം അവരൊരു യൂണിയന്റെ ഭാഗമല്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനത്തിന് ആർക്കായിരിക്കും പവർ കൂടുതൽ? എംപ്ലോയീസിന്, മാനേജ്മെന്റിനായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേജും സാലറിയും കൊടുക്കാനുള്ള ഒരു ലിബർട്ടി അവർക്ക് അവിടെ ഉണ്ടായി. പറഞ്ഞു മനസ്സിലായോ? അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എംപ്ലോയീസ് ഓഫ് നോൺ യൂണിയനൈസ്ഡ് ഓർഗനൈസേഷൻ എൻജോയ് ദ ലിബർട്ടി ടു ഫിക്സ് ദ വേജസ് ആൻഡ് സാലറി. കാരണം അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേജ് സാലറി കൊടുക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം അവർക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. അവിടെ കൂടുതൽ പവർ ആർക്കായിരിക്കും? എംപ്ലോയർമാർക്കായിരിക്കും, തൊഴിലുടമകൾക്കായിരിക്കും, അല്ലെങ്കിൽ മാനേജ്മെന്റിന് ആയിരിക്കും. അങ്ങനെ വരുന്നത് എന്താണെന്ന് നോക്കിയേ. ബിക്കോസ് ഓഫ് ലാർജർ സ്കെയിൽ അൺഎംപ്ലോയ്മെന്റ് ദീസ് എംപ്ലോയേഴ്സ് ഹയർ വർക്കേഴ്സ് അറ്റ് ലിറ്റിൽ ഓർ ഈവൻ ലെസ് ദാൻ ലീഗൽ മിനിമം വേജസ്. അത് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് എന്ത് കൂടുതലാണ്? അൺഎംപ്ലോയ്മെന്റ് കൂടുതലാണ് അല്ലെ. തൊഴിലില്ലായ്മ രൂക്ഷമാകുന്ന സാഹചര്യത്തില് എന്ത് ചെയ്യുന്നറിയോ? എംപ്ലോയർമാര്, തൊഴിലുടമകള് തൊഴിൽ കൊടുക്കും അവർക്ക്, പക്ഷെ ജോലി കൊടുക്കും. പക്ഷെ എന്താണ്? നമ്മുടെ നിയമപരമായിട്ടുള്ള മിനിമം വേതനത്തിനും കുറഞ്ഞ വേതനത്തിനായിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടാവാം? എംപ്ലോയേഴ്സ് അവർ ഈ പറയുന്ന വർക്കേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ടാവാം. മനസ്സിലായല്ലോ? കാര്യം എന്താണ്? നോൺ യൂണിയനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ എംപ്ലോയറിന് പവർ ഉണ്ട്. അവർക്കാണ് ഏറ്റവും കൂടുതൽ പവർ. അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വേജും സാലറിയും കൊടുക്കാം. അവിടുത്തെ എംപ്ലോയീസ് പ്രത്യേകിച്ച് ഒരു യൂണിയന്റെ ഒന്നും ഭാഗമല്ല. അവരുടെ പിൻബലത്തിനായിട്ട് യാതൊരു യൂണിയനും അവർക്കില്ല. അങ്ങനെയുള്ള സാഹചര്യം കൊണ്ട് തന്നെ എംപ്ലോയർക്ക് തീരുമാനിക്കാം, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. അപ്പൊ പ്രത്യേകിച്ച് ഒരു അൺഎംപ്ലോയ്മെന്റ് കൂടുതലാവുന്ന ഒരു സാഹചര്യം വരുമ്പോ ഇവരെന്ത് ചെയ്യും? നിയമപരമായിട്ടുള്ള മിനിമം വേതനത്തിലും വളരെ കുറഞ്ഞ വേതനത്തിലായിരിക്കും അവര് വർക്കേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, വർക്കേഴ്സിന് അവര് എടുക്കുന്നുണ്ടാവാം. അതാണ് ഒരു കാര്യമായിട്ട് പറയുന്നത്. പിന്നെ എന്താന്ന് വെച്ചാല് an individual, അതൊരു വശമാണ് പറഞ്ഞത് കേട്ടോ. അടുത്തൊരു വശം നോക്കിയേ. an individual non-unionized company may be paid more to its employees if they want to discourage them from forming one. അത് വേറൊരു വശമാണ്. നമ്മൾ പറഞ്ഞു മിനിമം വേതനത്തെക്കാളും കുറഞ്ഞ വേതനത്തിൽ അവർ ഹയർ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വശമാണ്. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നോൺ യൂണിയനൈസ്ഡ് ആയിട്ടുള്ള കമ്പനികള് ഒരു പക്ഷെ ഒരു എംപ്ലോയിക്ക് ആവറേജ് എബോവ് വേതനം വേണമെങ്കിൽ കൊടുക്കാം. അതായത് എബോവ് ആവറേജ് പേയ്മെന്റ് വേണമെങ്കിൽ എംപ്ലോയീസിന് കൊടുക്കാം.
അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇഫ് ദേ വാണ്ട് ടു ഡിസ്കറേജ് ദം ഫ്രം ഫോമിങ് വൺ, അതായത് അവര് ഏതെങ്കിലും യൂണിയനുകൾ ഫോം ചെയ്യുന്നതിന് നിരുത്സാഹപ്പെടുത്തുന്നതിനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്നോണം കമ്പനി ചിലപ്പോൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ ഒരു ആവറേജ് എബോവ് സാലറി, ആവറേജ് എബോവ് വേജസ് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം. അത് അതൊരു സ്ട്രാറ്റജിയാണ്, ഇതൊരു തന്ത്രമാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ എംപ്ലോയർമാര് കുഴപ്പമില്ലാത്ത നല്ലൊരു പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്, ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കാന്ന് വിചാരിക്കാം. അപ്പൊ എംപ്ലോയീസ് അതിന് ഹാപ്പി ആണെങ്കിൽ, പിന്നീട് അവർ ലേബർ യൂണിയൻ ഫോം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവിടെ പോകാനുള്ള ഒരു ചാൻസ് കുറവാണ്. കാര്യം എംപ്ലോയീസ് ഹാപ്പി ആണെങ്കിൽ പിന്നെ അവർക്ക് ഒരു യൂണിയന്റെ ആവശ്യമില്ലല്ലോ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുന്ന ഒരു യൂണിയൻ ഫോം ചെയ്യാനുള്ള ഒരു സാധ്യതയെ നമുക്ക് അവിടെ ഇല്ലാതാക്കാനായിട്ട് പറ്റും. അതിനെ ഡിസ്കറേജ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി, ഒരു തന്ത്രം എന്നോണം ഒരു പക്ഷെ എംപ്ലോയർമാർ എന്ത് ചെയ്യാം, അവർക്ക് കൂടുതൽ പേയ്മെന്റ് കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ രണ്ട് വശങ്ങളുണ്ട് കേട്ടോ. ഇനി എന്താണ് പറയുന്നത്? The employees of strongly unionized companies to have no freedom in fixation of wage and salary. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞത് നോൺ യൂണിയനൈസ്ഡ് ഓർഗനൈസേഷന്റെ കാര്യമാണ്. അതേസമയം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേബർ യൂണിയനുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന കമ്പനികളാണെന്ന് വിചാരിക്കും. അത്തരം കമ്പനികളിൽ ഈ പറയുന്ന എംപ്ലോയീസിന് അവരുടെ വേജും സാലറിയും ഇൻഡിവിജ്വൽ ആയിട്ട് ഫിക്സ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് അവിടെ ഉണ്ടായിരിക്കില്ല. അവർക്ക് ഒരു കാരണവശാലും ഉണ്ടായിരിക്കില്ല. ലേബർ യൂണിയനുകളൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് അവരുടെ വേജ് അല്ലെങ്കിൽ അവരുടെ സാലറി അത് ഫിക്സ് ചെയ്യാനുള്ള ഫ്രീഡം അവർക്ക് അപ്പോഴും അവിടെ ഉണ്ടായിരിക്കില്ല. കാര്യം എന്താണ്? They are forced to engage the pressure of labor representatives in revision and determination of pay scales. അവിടെ ഈ പറയുന്ന കമ്പനിയും അതുപോലെ ലേബർ യൂണിയനും അവർ തമ്മിലുള്ള കളക്റ്റീവ് ബാർഗെയിനിങ്ങിന് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന എംപ്ലോയീസിന്റെ വേജും സാലറിയും ഫിക്സ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോഴും അവർക്ക് എംപ്ലോയിക്ക് ഇൻഡിവിജ്വൽ സ്വാതന്ത്ര്യം അവിടെ കിട്ടുന്നില്ല. കാര്യം സ്ട്രോങ് യൂണിയൻ ആണെങ്കിൽ യൂണിയനും കമ്പനിയും തമ്മിൽ തീരുമാനിക്കും. അവര് തമ്മിലുള്ള ആ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന എംപ്ലോയിക്ക് ഒരു സാലറി അല്ലെങ്കിൽ വേജ് അവിടെ ഫിക്സ് ചെയ്യും. ക്ലിയർ ആയോ? ലേബർ യൂണിയനുകൾ എങ്ങനെയാണ് ഒരു വേജിന്റെയും സാലറിയുടെയും ഫിക്സേഷനെ സ്വാധീനിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ക്ലാസ്സിൽ കുറെ പേര് ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് അറിയില്ല നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ജസ്റ്റ് ഓൺലി ഒരു തന്നെങ്കിലും ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, ഒരു റെസ്പോണ്ട് ഇല്ലാതെ ഇരിക്കല്ലേ. അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് യൂണിയൻ ഇൻഫ്ലുവൻസസ് ഓൺ കോമ്പൻസേഷൻ ഡിസിഷൻസ്. അതായത് ഈ പറയുന്ന നമ്മുടെ ഈ വേജ്, സാലറി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങളില് യൂണിയന് ഒരു പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി കണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. എങ്ങനെയാണ് നോക്കിയേ? യൂണിയൻസ് ആൻഡ് ലേബർ റിലേഷൻ ലോസ് ആൾസോ ഇൻഫ്ലുവൻസ് കോമ്പൻസേഷൻ ഡിസൈൻ. ഈ പറയുന്ന ലേബർ യൂണിയനുകള് അതുപോലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള നിയമങ്ങള് ഇതെല്ലാം തന്നെ കോമ്പൻസേഷൻ ഡിസൈൻ ചെയ്യുന്നതിന്, അതായത് സാലറി വേജ് ഫിക്സ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്. നോക്കുക കേട്ടോ. The various labor legislations and court decisions were legitimized the labor movement. നമ്മൾ ഈ പറയുന്ന വിവിധ തരത്തിലുള്ള തൊഴിൽ നിയമ നിർമ്മാണങ്ങള് അതുപോലെ തന്നെ കോടതി തീരുമാനങ്ങള്, കോടതി വിധികള് ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന തൊഴിൽ പ്രസ്ഥാനങ്ങൾക്ക് നിയമസാധുത നൽകുന്നുണ്ട്. മനസ്സിലായോ? ലേബർ ലെജിസ്ലേഷൻസ് കേട്ടോ. അതായത് തൊഴിൽ സംബന്ധമായിട്ടുള്ള നിയമനിർമ്മാണങ്ങള് അതുമായിട്ട് ബന്ധപ്പെട്ട കോടതി തീരുമാനങ്ങൾ, കോടതി വിധികൾ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള തൊഴിൽ പ്രസ്ഥാനങ്ങൾക്ക് നിയമസാധുത നൽകുന്നുണ്ട്. ഓക്കെ, എന്നാണ് അവിടെ പറയുന്നത് യൂണിയൻ ഇൻഫ്ലുവൻസസ് ഓൺ കോമ്പൻസേഷൻ ഡിസിഷൻസ്. ഓക്കെ, ക്ലിയർ. അടുത്തതാണ് ലേബർ ലോസ്, തൊഴിൽ നിയമങ്ങൾ കേട്ടോ. ലേബർ ലോസ് അഥവാ തൊഴിൽ നിയമങ്ങൾ നോക്കുക. We have a various labor laws at the central and as well as at the state levels. These legislations are for protection of employees' interest. അതായത് നമുക്കറിയാം നമ്മുടെ കേന്ദ്ര സംസ്ഥാന തലങ്ങളിലായിട്ട് ഇഷ്ടംപോലെ തൊഴിൽ നിയമങ്ങൾ നിലവിലുണ്ട് അല്ലെ. നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ ഇഷ്ടംപോലെ ലേബർ ലോകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്
അല്ലെ, അതുപോലെ തന്നെ ഫാക്ടറി ആക്ട് അല്ലെ, പിന്നെ എന്താണ് അപ്രന്റീസസ് ആക്ട്, ESI ആക്ട്, ഇതൊക്കെ ഒരു പലതരത്തിലുള്ള ലേബർ ലോകളാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം കേന്ദ്ര സംസ്ഥാന തലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വിവിധ തൊഴിൽ നിയമങ്ങൾ നിലവിലുണ്ട്. ഈ പറയുന്ന തൊഴിൽ നിയമങ്ങളെല്ലാം തന്നെ ഇതിനു വേണ്ടിയിട്ടാണ് എംപ്ലോയീസിന്റെ താല്പര്യങ്ങള്, അവരുടെ താല്പര്യങ്ങള് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ലേബർ ലോകളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ലേബർ ലോകൾ അനുസരിച്ചിട്ടായിരിക്കും അവരുടെ വേജും സാലറിയും ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. ഇപ്പൊ മിനിമം വേജസ് ആക്ട് എന്നൊക്കെ പറയുന്ന ഒരു ആക്ട് തന്നെയുണ്ട്. ഓക്കെ, ആ ഒരു ആക്ട് അനുസരിച്ച് ഇത്ര ജീവനക്കാർക്ക് ഇത്ര മിനിമം വേതനം ഉണ്ടെങ്കിൽ അവർക്ക് ഇത്ര കൊടുത്തിരിക്കണം എന്നൊക്കെയുള്ള നിയമങ്ങളുണ്ട്. അപ്പൊ അത്തരം നിയമങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? എംപ്ലോയീസിന്റെ താല്പര്യങ്ങള് അല്ലെങ്കിൽ അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ലേബർ ലോസുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്തരം എന്താ പറയുക ലോകള് ഈ പറയുന്ന വേജും സാലറിയും ഒക്കെ ഫിക്സ് ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് വരുന്നതാണ് സൊസൈറ്റി. ഓക്കെ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ആ ഒരു സൊസൈറ്റി. സൊസൈറ്റി എങ്ങനെയാണ് ഈ പറയുന്ന വേജിനെയും സാലറിനെയൊക്കെ എഫക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ. കോമ്പൻസേഷൻ പെയ്ഡ് ടു എംപ്ലോയീസ് is imitated the prices fixed by an organization for their goods and services. അതായത് ഒരു മിനിറ്റ്, അപ്പൊ നോക്കുക, സൊസൈറ്റി എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷന് അവർ കൊടുക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൃത്യമായിട്ടുള്ള വില നിർണയം നൽകിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? എംപ്ലോയീസിന് പേയ്മെന്റ് കൊടുക്കുന്നത്. അതായത് ഒരു സ്ഥാപനം, ആ സ്ഥാപനം കൊടുക്കുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു വില നിർണയം അതായത് ഒരു കൃത്യമായിട്ടുള്ള എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു വില നിർണയം നടത്തിയിട്ടാണ് അവിടുത്തെ എംപ്ലോയീസിന് പ്രതിഫലം നിശ്ചയിക്കുന്നത്. അതായത് നമ്മൾ ഈ സാധനങ്ങൾ സേവനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ലേബർ കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ. അതെല്ലാം പരിഗണിച്ചിട്ടാണ് എംപ്ലോയീസിന് എന്ത് കൊടുക്കുന്നത്? പ്രതിഫലം അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? The Supreme Court from its very inception has had to adjudicate industrial disputes, particularly disputes relating to wages and allied programs of financial concern to the worker. An ethical and social outlook, liberally interpreting the spirit of the Constitution. അതായത് നമ്മുടെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടുകളെയൊക്കെ റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും നേരത്തെ തന്നെ നമ്മുടെ സുപ്രീം കോടതി എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സുപ്രീം കോടതി ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടുകളെല്ലാം തന്നെ റിസോൾവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും നമ്മുടെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള കാര്യം അവരെങ്ങനെയാണ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകളെയൊക്കെ ഏത് രീതിയിലാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അവർ സമീപിക്കുന്നത്? നോക്കിയേ, എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക്. ഒന്ന് എത്തിക്കൽ ഔട്ട്ലുക്കോടുകൂടി. എത്തിക്കൽ ഔട്ട്ലുക്ക് എന്ന് വെച്ചാൽ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു വശമാണ് അല്ലെ. നമുക്കറിയാം ഒരു എംപ്ലോയീസിന്റെ വേജ് അല്ലെങ്കിൽ സാലറി ഒക്കെ നമ്മൾ നിശ്ചയിക്കുമ്പോൾ അവരുടെ ഒരു ക്ഷേമത്തിനെ കൂടെ നമ്മൾ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അത് ഫിക്സ് ചെയ്യുന്നത്. അത് അതിന്റെ എത്തിക്കൽ വശമാണ് അല്ലെ. അതിന്റെ ഒരു ധാർമ്മിക, നമ്മളിപ്പോ ഒരു വേതനം കൊടുക്കുമ്പോൾ ഒരു സാലറി കൊടുക്കുമ്പോൾ അതിനൊരു എത്തിക്കൽ ആയിട്ടുള്ള ഒരു വശമുണ്ട് അല്ലെ. നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും അവരുടെ എന്താണ് അവരുടെ ഒരു ക്ഷേമത്തിനെയും കൂടെ നമ്മൾ പരിഗണിച്ചിട്ടായിരിക്കണം നമ്മൾ ആ ഒരു വേജ് അല്ലെങ്കിൽ സാലറി ഫിക്സ് ചെയ്യുന്നത്. അതാണ് അതിന്റെ എത്തിക്കൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് എന്താണ്? സോഷ്യൽ ഔട്ട്ലുക്ക് ആണ്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നോക്കാം കേട്ടോ. അതാണ് ഇത് എത്തിക്കൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സോഷ്യൽ ഔട്ട്ലുക്ക് ആണ്. സോഷ്യൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സൊസൈറ്റി അല്ലെ, നമ്മുടെ ചുറ്റുപാട്. അപ്പോ നമ്മൾ ജീവിക്കുന്ന ആ ഒരു സൊസൈറ്റിയിൽ പൊതുവെ നമ്മുടെ വർക്കേഴ്സിന് കൊടുക്കുന്ന വേജ് അല്ലെങ്കിൽ സാലറി, അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കുന്നുണ്ട്.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോ നമ്മുടെ ആ ഒരു പ്രദേശത്തും തൊട്ടുള്ള നൈബറിംഗ് മീൻസ് ലൊക്കാലിറ്റീസിലൊക്കെ ഏതൊരു നിരക്കിലാണ് നമ്മൾ ശമ്പളവും വേതനവും കൊടുക്കുന്നത് നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അത് ഫിക്സ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വശമുണ്ട്. അതുപോലെ തന്നെ ലിബറലി ഇന്റർപ്രറ്റിംഗ് ദ സ്പിരിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടന അല്ലെ, നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്കായിട്ട് ഉറപ്പാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ എംപ്ലോയീസ് അല്ലെ, എംപ്ലോയീസിന് എടുത്ത് പറയുന്നത് അവര് നമ്മുടെ രാജ്യത്തെ സിറ്റിസൺ തന്നെയാണ് അല്ലെ. ഈ പറയുന്ന എംപ്ലോയീസ് അവരുടെ വേജ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങള്, അവർക്ക് ലഭിക്കേണ്ട നീതി അല്ലെ, അതിനെല്ലാം തന്നെ വളരെ ലിബറൽ ആയിട്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ സുപ്രീം കോടതി ഇങ്ങനെയുള്ള ഡിസ്പ്യൂട്ടുകളെല്ലാം തന്നെ റിസോൾവ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സുപ്രീം കോടതി ഇത്തരം ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടുകളെ റിസോൾവ് ചെയ്യുന്നത് എന്തൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ്? ഒന്ന്, അതിന്റെ എത്തിക്കൽ ആസ്പെക്ട്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്, സോഷ്യൽ ആസ്പെക്ടുകൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, പ്ലസ് എന്താണ്, ലിബറലി ഇന്റർപ്രറ്റിംഗ് ദ സ്പിരിറ്റ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള എംപ്ലോയീസിന്റെ അവകാശങ്ങള്, അവരോട് കാണിക്കേണ്ട നീതി, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയുടെ ആ ഒരു കാഴ്ചപ്പാടും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഈ പറയുന്ന വേജും സാലറിയും ഒക്കെ അവിടെ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ദ എക്കണോമി ആണ് കേട്ടോ. നമ്മുടെ സമ്പദ് വ്യവസ്ഥയാണ് അതെങ്ങനെയാണ് സ്വാധീനിക്കുന്നത് നോക്കാം. The economy has its impact on wage and salary fixation is the state of the economy. That means നമ്മുടെ സ്റ്റേറ്റിന്റെ സമ്പദ് വ്യവസ്ഥ അത് നമ്മുടെ വേജിനെയും സാലറിയെയും ഫിക്സ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് പറഞ്ഞാല്, while it is possible for some organization to thrive in a recession, there is no question that the economy does not affect the remuneration decisions. അവിടെ എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഒരു റെസഷൻ വരുന്ന സമയത്ത്, റെസഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മാന്ദ്യം എന്നൊക്കെയുള്ള അർത്ഥമാണ്. പ്രത്യേകിച്ച് ഒരു ഫിനാൻഷ്യൽ റെസഷൻ ഒക്കെ വരികയാണ്, സാമ്പത്തിക മാന്ദ്യം ഒക്കെ വരുന്ന സമയത്ത്, ആ ഒരു സമയത്താണെങ്കിൽ കൂടി ചില ഓർഗനൈസേഷന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാറുണ്ട്. സാമ്പത്തിക മാന്ദ്യം ഉള്ള സമയത്താണെങ്കിലും ചില ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യാറുണ്ട്. അതവർക്ക് ഈ പറയുന്ന ഫിനാൻഷ്യൽ പ്രഷർ ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല കേട്ടോ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അവസാനത്തെ സെന്റൻസിന്റെ മീൻ ചെയ്യുന്നത് ഇതാണ്, there is no question that the economy does not affect remuneration decisions. അതായത് നമ്മുടെ എക്കണോമി എന്ന് പറഞ്ഞാല്, the economy definitely affects the wage അല്ലെ, definitely affect the റെമ്യൂണറേഷൻ കേട്ടോ. നമ്മുടെ റെമ്യൂണറേഷൻ ഡിസിഷനെ നമ്മുടെ എക്കണോമി തീർച്ചയായിട്ടും എഫക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ സമ്പദ് വ്യവസ്ഥ എഫക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസരിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഒരു വേജും സാലറിയും ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, the economy does affect that remuneration decisions. Okay, clear ആയോ? ഇത്രയും നമ്മൾ പറഞ്ഞത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് കേട്ടോ. അതായത് കോമ്പൻസേഷനെ നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന ആ ഒരു പ്രതിഫലത്തിന് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന വേജ് അഥവാ സാലറിനെ എഫക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ഇത്രയും നമ്മൾ മനസ്സിലാക്കിയത്. ഇതൊക്കെയാണ് ലേബർ മാർക്കറ്റ്, കോസ്റ്റ് ഓഫ് ലിവിങ്, ലേബർ യൂണിയൻസ്, ലേബർ ലോസ്, സൊസൈറ്റി ആൻഡ് എക്കണോമി. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിയേ. അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ് ദാറ്റ് ഇൻഫ്ലുവൻസിങ് ദ കോമ്പൻസേഷൻ. നമ്മുടെ കോമ്പൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഫോളോയിങ് ആർ ദ ഇന്റേണൽ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് കോമ്പൻസേഷൻ. നമ്മുടെ കോമ്പൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 ഇന്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ബിസിനസ് സ്ട്രാറ്റജി. ബിസിനസ് സ്ട്രാറ്റജി കാര്യം നമ്മുടെ ആ ഒരു സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങളാണ് കേട്ടോ. ഒന്ന് ബിസിനസ് സ്ട്രാറ്റജി, രണ്ടാമത്തത് പെർഫോമൻസ് അപ്രൈസൽ, മൂന്നാമത്തത് ദ എംപ്ലോയി. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഇതെങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ബിസിനസ് സ്ട്രാറ്റജി ആണ് കേട്ടോ.
നമ്മുടെ ബിസിനസിന്റെ ആ ഒരു സ്ട്രാറ്റജി നോക്കാം. The overall strategy of a company which pursues the determination of employees compensation. അതായത് നമ്മുടെ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു സ്ട്രാറ്റജി, ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു, ആ കമ്പനിക്ക് അവരുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ടാകും അല്ലെ. ആ ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത് എംപ്ലോയീസിന്റെ പ്രതിഫലം ഡിറ്റർമിൻ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് നോക്കാം. The strategy is to sustain and protect current profit because of the declining fortunes of the company. The compensation level were needed to be average or even below average. ഇപ്പൊ നമ്മുടെ സ്ട്രാറ്റജി, നമ്മുടെ തന്ത്രം എങ്ങനെയായിരിക്കണം? ഇപ്പൊ if the company is struggling, ഇപ്പൊ കമ്പനി വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അതായത് ആ കമ്പനിക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കും? നിലവിലുള്ള പ്രോഫിറ്റിനെ നിലനിർത്താന്നുള്ളതാണ് അല്ലെ. നിലവിലുള്ള പ്രോഫിറ്റിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ സ്ട്രാറ്റജി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കോമ്പൻസേഷൻ ലെവലുകൾ നമ്മൾ കൊടുക്കുമ്പോൾ, കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ പരമാവധി ചിലപ്പോൾ ഒരു ആവറേജ് ലെവലിൽ നമ്മൾ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ബിലോ ആവറേജ് ലെവലിലായിരിക്കും നമ്മൾ ആ കോമ്പൻസേഷൻ ചെയ്യുള്ളൂ. കാര്യം കമ്പനി നഷ്ടത്തിലാണ്, കമ്പനിക്ക് ഫിനാൻഷ്യൽ ആയിട്ടൊരു സ്ട്രഗിൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു വേതന അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ആ സമയത്ത് കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ സ്ട്രാറ്റജി എന്താണ്? ഉള്ള പ്രോഫിറ്റിനെ പരമാവധി പ്രൊട്ടക്ട് ചെയ്യുക, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ സ്റ്റാറ്റസ് നിലനിർത്താനുള്ളതായിരിക്കും കമ്പനിയുടെ സ്ട്രാറ്റജി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരൊരു പക്ഷെ ഒന്നുകിൽ ആവറേജ് ലെവലില് അല്ലെങ്കിൽ ബിലോ ആവറേജ് ലെവലിലായിരിക്കും അവര് വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. രണ്ടാമത്തതാണ് പെർഫോമൻസ് അപ്രൈസൽ. ഇത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ എംപ്ലോയീസ് പെർഫോമൻസ്. ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഒരു എംപ്ലോയി ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ കൂടുതൽ വെയിറ്റ് കൊടുക്കും, അല്ലെങ്കിൽ കൂടുതൽ സാലറി അവർക്ക് കൊടുക്കും. അപ്പൊ പെർഫോമൻസ് അപ്രൈസലും എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? ഒരു വേജ് ആൻഡ് സാലറി ഫിക്സ് ചെയ്യുന്നതിന് സ്വാധീനിക്കുന്നുണ്ട് അല്ലെ. അതല്ലേ ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നോക്കിയേ, ദ പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്സ് ടു റിവാർഡ് കോമ്പൻസേഷൻ ഹൈക്ക് ഫോർ ദ എംപ്ലോയീസ് who show the better performance. അതായത് ഏറ്റവും നല്ല പെർഫോമൻസ് ചെയ്യുന്ന എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന നല്ലൊരു വേജ് അല്ലെങ്കിൽ നല്ലൊരു സാലറി കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് അവിടെ പറഞ്ഞ പെർഫോമൻസ് അപ്രൈസലും എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? കോമ്പൻസേഷന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എംപ്ലോയി ആണ്. ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാര് അവരെങ്ങനെയാണ് അതിനെ സ്വാധീനിക്കുന്നത്? Okay, several employee-related factors interact to determine his or her remuneration. ഒരു എംപ്ലോയിക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രതിഫലം എന്ന് പറയുന്നത് അതിന് പല എംപ്ലോയി റിലേറ്റഡ് ആയിട്ടുള്ള പല ഫാക്ടേഴ്സുകളും, ആ ജീവനക്കാരനുമായിട്ട് ബന്ധപ്പെട്ട പല ഫാക്ടേഴ്സുകളും എന്തിനെ ബാധിക്കുന്നുണ്ട്? അവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണത്? എംപ്ലോയി റിലേറ്റഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ദീസ് ഇൻക്ലൂഡ് പെർഫോമൻസ്, seniority, experience, potential and even sheer luck. ഒന്ന് ആ ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ്, അത് എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ട് അവരുടെ സീനിയോറിറ്റി, അതായത് അവരുടെ ലെങ്ത് ഓഫ് സർവീസ് ഇൻ ഓർഗനൈസേഷൻ, ആ ഒരു ഓർഗനൈസേഷനിൽ അവർ എത്രത്തോളം കാലമായിട്ട് സർവീസ് ചെയ്യുന്നുണ്ട്, അവരുടെ സീനിയോറിറ്റി. ദെൻ അവരുടെ എക്സ്പീരിയൻസ്, എത്രത്തോളം അവർ എക്സ്പീരിയൻസ്ഡ് ആണ് ആ ഒരു മേഖലയിൽ, അവർ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ്. പിന്നെ അവരുടെ പൊട്ടൻഷ്യൽ ആണ്, അവർക്ക് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലെ, എത്രത്തോളം പൊട്ടൻഷ്യൽ ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു എംപ്ലോയി ആണ്. ആൻഡ് ഈവൻ ഷിയർ ലക്ക്, ലക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഭാഗ്യം കൂടെ അവിടെ ഒരു ഫാക്ടറാണ്. അതെങ്ങനെ ഭാഗ്യം? ചിലപ്പോ ചില ഒരു പീരീഡില് അവർക്ക് അപ്രതീക്ഷിതമായിട്ട് ചില ലക്കുകൾ വരാം. ചിലപ്പോ കമ്പനി ഏറ്റവും നല്ലൊരു എന്താ പറയാ പ്രോഫിറ്റബിൾ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സമയമാണെങ്കിൽ അതിന്റെ ഒരു ലാഭം ആർക്ക് കിട്ടും? എംപ്ലോയീസിന് കിട്ടും. അതെന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയിയുടെ കോമ്പൻസേഷനെ അഫക്ട് ചെയ്യുന്ന അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാവുന്ന ചില ഭാഗ്യങ്ങളാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു പ്രോജക്റ്റിന്റെ ഒരു ടീമിന്റെ ഭാഗമായി മാറാൻ സാധിക്കുക,
അങ്ങനെ അവർക്ക് കൂടുതൽ ഒരു റെമ്യൂണറേഷൻ ലഭിക്കുക, അതൊക്കെ എന്താണ്, ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഷെയർ ലെറ്റ്. അതൊരു ഭാഗ്യമാണ് അല്ലെ. നമ്മളിപ്പോ ഒരു ജോയിൻ ചെയ്ത സ്ഥാപനത്തില് നമ്മൾ ജോയിൻ ചെയ്ത് ഏകദേശം കുറച്ച് കാലം കഴിയുമ്പോൾ ആ കമ്പനി നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടുക നമ്മുടെ ഭാഗ്യമാണ് അല്ലെ. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു പ്രോജക്ട് ടീമിന്റെയോ അല്ലെങ്കിൽ പ്രോജക്റ്റിന്റെ ഭാഗമായി മാറാൻ സാധിച്ചാൽ അത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിലപ്പോൾ കൂടുതൽ പ്രതിഫലോ കാര്യങ്ങളോ ആനുകൂല്യങ്ങളോ ഒക്കെ ലഭിക്കും അല്ലെ. അപ്പൊ ഇത്രയൊക്കെയാണ് എംപ്ലോയി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഇത്രയും ഇന്റേണൽ ഫാക്ടേഴ്സ് എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്, കോമ്പൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ, മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? അപ്പൊ ശരിക്കും പറഞ്ഞ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. എനിക്ക് നിങ്ങളുടെ ബാച്ചിൽ അസൈൻ ചെയ്ത് തന്ന 3 ചാപ്റ്റേഴ്സുകൾ ഇതൊക്കെയാണ്. ഒന്ന് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, പിന്നെ ഗ്രീവൻസിന്റെ ആ ഒരു ചാപ്റ്റർ, ദെൻ ടാലന്റ് മാനേജ്മെന്റ് കേട്ടോ. അപ്പൊ ആ ചാപ്റ്റേഴ്സുകൾ നമ്മുടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയുള്ള ക്ലാസ്സുകളില് നമുക്ക് ഈ ഒരു നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സുകളെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഏത് ക്ലാസ് എടുക്കാനല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്തേക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഏതായാലും പോർഷൻസ് നമ്മുടെ കവർ ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പൊ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഞാൻ അങ്ങനെയായിരിക്കും ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഇതുവരെ എടുത്ത ചാപ്റ്ററുകളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം നമുക്ക്. പിന്നെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു എക്സാമിന്റെ സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി വെൽ പ്രിപ്പയർഡ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി അഡീഷണൽ വേറെ അതിന്റെ സമയം നിങ്ങൾ കണ്ടെത്തേണ്ട നമ്മുടെ ക്ലാസ്സുകളിൽ തന്നെ നമുക്കത് ചെയ്തു പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ക്ലാസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ. ഇതൊക്കെയാണ് കേട്ടോ. അതായത് കോമ്പൻസേഷനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഈ ഫാക്ടേഴ്സുകളെ നമ്മൾ 2 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചത് കേട്ടോ. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സുകൾ ഉണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് 7 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. ഇന്റേണൽ ഫാക്ടേഴ്സ് 3 എണ്ണമാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം കേട്ടോ. നമ്മളിന്റെ അടുത്ത ഭാഗങ്ങൾ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വായിച്ചു നോക്കാം കേട്ടോ. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇത് ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പിന്നെ ഇപ്പം പറയാണ്, നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രം പോകാം കേട്ടോ. നമ്മൾ ഡെയിലി ഇടുന്ന മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് പോകണം കേട്ടോ. ആ രീതിയിൽ നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല കേട്ടോ. ഓക്കെ, ഓക്കെ ആണല്ലോ. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.